ബിഗ് ബോസേ ആ രേണു സുധീനെ അതിൽ നിന്ന് ഒന്ന് ഇറക്കി വിടാനായിട്ട് വല്ല വഴിയുണ്ടോ? ഇരുന്ന് കരയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. ഇത് കേൾക്കുന്നില്ലേ നിങ്ങൾ? എന്താ നിങ്ങൾക്ക് എന്റെ ചെവിക്ക് വല്ല പദമുണ്ടോ? എല്ലാ ആഴ്ചയും വന്നിട്ട് ലാലേട്ട് വന്നിട്ട് ചോദിക്കും രേണു പോണോന്ന്. അപ്പൊ രേണു പോണ്ടാന്ന് പറയും, രേണുവിനെ അവിടെ നിർത്തും. അല്ല, ഇത് കേട്ട് കേട്ട് നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നില്ലേ? അല്ല, പ്രേക്ഷകരായി ഞങ്ങൾക്ക് ഇത് കണ്ട് കണ്ട് മടുത്തു. ഇനി ഈ രേണു സുധീനെ ഫാൻസിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ രേണു തന്നെയാണ് പറയുന്നത് വീട്ടിൽ പോകണം, മോനെ കാണണം എന്നുള്ളത്. എന്തിനാണ് നിങ്ങളിങ്ങനെ നാണം കെട്ട് വോട്ടും ചെയ്ത് അതിനവിടെ നിർത്തിയിരിക്കുന്നത്? ഒരു ആവശ്യമില്ലാതെ വോട്ടും ചെയ്ത് അതിനവിടെ പിടിച്ചു നിർത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ അക്ബറും ഷാനവാസും ജയിക്കേണ്ട കളിയാണ്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മെമ്പേഴ്സ് ഉണ്ടായിട്ട് അവരുടെ ആ ഗെയിം തോൽപ്പിച്ചത് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ സാധനം അതിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടതുകൊണ്ട് മാത്രം അവർക്ക് ഗെയിം ജയിക്കാതെ പോയത്. അവിടെ അക്ബർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ടീമിൽ ആകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അവിടെ അവർക്ക് 2 പേർക്ക് ഗെയിം കളിക്കാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. രേണു അവിടെ ആദ്യത്തെ ദിവസം നമുക്കറിയാവുന്ന കാര്യമാണ്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കി മുടിയൊക്കെ പിടിച്ചു വലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തല കറങ്ങി വീഴിലും വയ്യായിക ആവലൊക്കെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്നതിൽ അവിടെ രേണു മുടി പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നാണ് അവിടെ അക്ബർ പറയുന്നത്. ഞാൻ തൊപ്പി തലയിൽ കൊണ്ട് വെക്കാൻ നോക്കുമ്പോഴും തൊപ്പി എടുക്കാൻ എല്ലാവരും വരുന്ന സമയത്തും അവിടെ ചെയ്ത് അയ്യോ മുടി എന്ന് പറഞ്ഞിട്ട് മുടി പിടിച്ചു വെക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അല്ലാതെ തൊപ്പിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവിടെ രേണു ഒന്നും ചെയ്തില്ല എന്ന് അക്ബർ അവിടെ തമാശയായിട്ട് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി അത് അതിന്റെ മുന്നിൽ ഇവിടെ നിർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതിന്റെ ഗ്രൂപ്പിൽ നമ്മൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അത് അവർ ഗെയിമായിട്ട് കാണുന്നുണ്ട് അക്ബർ. അതുകൊണ്ടാണ് കേട്ടോ അക്ബർ അത് ഗെയിമായിട്ട് മാത്രം കണ്ടതുകൊണ്ട് അതൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അക്ബർ അവിടെ സംസാരിച്ചില്ല. അവിടെ രേണു സുധീനെ കളിയാക്കുന്ന പോലെ സംസാരിച്ചില്ല. എന്താ കാര്യം, ഞങ്ങളുടെ ഗ്രൂപ്പിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അത് മുടി പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കുന്നുണ്ടായിരുന്നു, അല്ലാതെ തൊപ്പിയല്ലായിരുന്നു, ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് അക്ബർ അവിടെ. എന്തിനാണ് ഇങ്ങനെ ഒരാളവിടെ പിടിച്ചു നിർത്തുന്നത്? രേണു സുധിയുടെ പൊന്നു ഫാൻസെ ഒന്ന് അതിനെ പുറത്തേക്ക് ഇറക്കി വിടാനായിട്ടെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുക. വെറുതെ നിങ്ങളുടെ വോട്ട് കൊണ്ട് അവിടെ നല്ല മത്സരാർത്ഥികൾ, നന്നായിട്ട് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികൾ പുറത്തു പോവുകയും ഒന്നിനും കൊള്ളാത്ത ഇതിനെയൊക്കെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഒരു കാര്യമില്ല. ഇനിയെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പുറത്തേക്ക് ഇടാനുള്ള എന്തെങ്കിലും പരിപാടികൾ ചെയ്യണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ ഫേക്ക് അനുമോളാണെന്നാണ് അക്ബർ ലൈവിലിരുന്ന് പറയുന്നുണ്ടായിരുന്നത്. കാരണം മറ്റൊന്നല്ല, അനുമോൾ അവിടെ ചെയ്യുന്നതും കാണിക്കുന്നതുമായ കാര്യങ്ങളും ആ പാവ കൊണ്ട് നടക്കുന്നതായ കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് അക്ബർ അവിടെ പറയുന്നത്. അതിനോട് ഞാൻ ഒരിക്കലും പൂർണ്ണമായിട്ട് യോജിക്കില്ല കേട്ടോ. അനുമോള് ഭയങ്കര ഫേക്ക് പേഴ്സൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അനുമോൾ അവിടെ നിൽക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ്. കുശുബും അസൂയും കുനിഷ്ടും അതുപോലെ വെറി എന്തൊക്കെയാ പറയേണ്ടത്, എല്ലാ വൃത്തിയായിട്ട സ്വഭാവം അനുമോൾക്ക് അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ ഫേക്ക് ആയിട്ട് ഒരാൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല കുട്ടിയായിട്ട് നിൽക്കാനല്ലേ ശ്രമിക്കുള്ളൂ, എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ അനുമോൾ അവിടെ റിയൽ ആയിട്ട് നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അനുമോൾ അവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ട് കുറെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇതിനേക്കാൾ നല്ല സ്വഭാവം ആവാം ചിലപ്പോൾ അനുമോളുടെ എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അനുമോൾ തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, എനിക്ക് ഇത്രയും പേയ്മെന്റ് തന്ന് ഇവിടെ നിർത്തിയിട്ടുള്ളതല്ല, ഞാൻ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണ്ടേ എന്നുള്ളത് കൊണ്ടും, പിന്നെ അവിടെ പിടിച്ചു നിൽക്കണം, ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കണ്ടന്റ് കൊടുത്തേ തീരും. അപ്പൊ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അനുമോള്. ആ ഒരു ക്രിയേഷന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയുള്ളൂ, അല്ലാതെ ഒരു ഫുൾ ഫേക്ക് ആയിട്ടുള്ള പേഴ്സൺ ആണോ അനുമോളും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അല്ല എന്നാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഫുൾ ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അനുമോൾ എന്നുള്ളത്. പിന്നെ ആദിലയും നൂറയും ഇപ്പൊ അടിച്ചു പിരിഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. ജസ്റ്റ് അവർ സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. ആദിലയും അനുമോളും, നൂറയല്ല തെറ്റി പറഞ്ഞതാണ്, ആദിലയും അനുമോളും തമ്മിൽ. അപ്പൊ ആദില് ഇരുന്ന് ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഓൾറെഡി ശൈത്യയുടെ കൂടിയായിട്ടാണ് ശൈത്യയായിട്ടാണ് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. ആദിലയും നൂറയും തമ്മിൽ ഇപ്പൊ പിരിഞ്ഞല്ലോ, 2 പേരും 2 വ്യക്തികളായിട്ടാണല്ലോ ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ മത്സരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ നൂറയെ ഒരിക്കലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നില്ല. നൂറയ്ക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിൽ അവള് കാര്യങ്ങൾ മനസ്സിലാക്കി നൂറ ഗെയിം കളിക്കട്ടെ. ഞാൻ എന്റേതായ രീതിയിൽ ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഇപ്പൊ ഇവിടെ കൂട്ടെന്ന് പറയുന്നത് ശൈത്യയാണ്. ഇപ്പൊ ശൈത്യക്ക് ഞാൻ പറയുന്ന പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ശൈത്യ എങ്ങനെയാണ് വന്ന് പെട്ടത് അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പൊ ഞാൻ പെട്ട് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അനുമോളുടെ അടുത്ത്.
പക്ഷേ ശൈത്യരൊപ്പം കൂട്ടുകൂടി ആദിലേക്ക് ഉണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ആദില നല്ലൊരു ഗെയിമറൊക്കെ തന്നെയായിരുന്നു, പക്ഷേ ശൈത്യര കൂട്ടുകെട്ട് ഒരിക്കലും ആദിലേക്ക് നല്ലതായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി പുറകിൽ നിന്ന് കുത്തുന്ന ഒരു രീതിയാണ് ആദിലല്ല ശൈത്യ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് ആദിലയുടെ അടുത്ത് വന്ന് ഇങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുവിന്റെ. അങ്ങനെ പറഞ്ഞ് ആദിലയുടെ മനസ്സിലേക്ക് കുറച്ച് നെഗറ്റീവായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇപ്പൊ ആദില ഇങ്ങനെ പെരുമാറാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. ആദില ഇതൊക്കെ എപ്പോൾ മനസ്സിലാക്കും ചോദിച്ചു കഴിഞ്ഞാൽ ശൈത്യ പുറത്തു പോവേണ്ടി വരും. ചിലപ്പോൾ ആദില ഇതെല്ലാം മനസ്സിലാക്കാനായിട്ടും തോന്നും. പിന്നെ പറയാനുള്ള കാര്യം നമ്മുടെ റെന ഫാത്തിമ മസ്താനി ഇവിടെ റെന ഫാത്തിമയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്ത് അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ റെന ഫാത്തിമ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ റെന ഫാത്തിമയുടെ ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിന്നിയുമായിട്ട് അത്രയും കൂട്ടുണ്ടായിരുന്ന റെന ഫാത്തിമ സംസാരിക്കുകയാണ് ബിന്നിയുടെ പല്ലടിച്ചു കൊഴിക്കുമെന്ന്. അത് തന്നെ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത് എന്ത് പറ്റിയ റെന ഫാത്തിമയ്ക്കെന്ന് ബിന്നിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പല്ലടിച്ചു കൊഴിക്കുന്നു. ഗെയിമിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്, ഗെയിമിൽ ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലാണ് റെന ഫാത്തിമ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, നീ അടിച്ചു കൊഴിക്കാൻ അങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ജയിലിൽ കിടക്കുന്ന സമയത്ത് അനുമോളും ജിസയിലും ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടെ വന്ന് നന്നായിട്ട് ചൊറിയുന്നുണ്ട്. നീ ആര്യനെ വളയ്ക്കാനായിട്ട് നോക്കായിരുന്നില്ലേ, 7 വയസ്സിൽ നിന്നേക്കാളും താഴെയുള്ള ചെക്കനെയല്ലേ നീ വളയ്ക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു ബിന്നി വന്നിട്ട്. ഇതിന്റെ രഹസ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ശൈത്യ തന്നെയാണ്, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നിനക്ക് ഭയങ്കര നാണായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് അനുമോള് ഭയങ്കര കൂളായിട്ടാണ് അനുമോള് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അനുമോള് ദേഷ്യപ്പെടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അനുമോള് പറയുന്നുണ്ടായിരുന്നു 7 വയസ്സിന് താഴെയുള്ള പാൽക്കുപ്പീനിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ തമ്മിൽ ഒരു കോംബോ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ കിടന്ന് പറയുന്നത്. പക്ഷെ അനുമോൾ അവിടെ കൂടുതൽ വർത്താനത്തിനൊന്നും നിൽക്കാതെ കൂടുതൽ ഇത് കൊടുക്കാതെ അനുമോൾ അത് കൂളായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് റെന ഫാത്തിമ അവിടെ വന്നിട്ട് പറയാണ് ബിന്നിയുടെ അടുത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ വായോ എന്ന്. അനുമോളും പറയുന്നുണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാണ്ട് ഒന്ന് പോയേ ബിന്നി എന്നുള്ളത് അനുമോളും പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പിന്റെ റാണിയാണ് അവിടെ ബിന്നി എന്നുള്ളത് ഹൗസ് മേറ്റ്സ് മനസ്സിലാക്കി തുടങ്ങി എന്നാണ് തോന്നുന്നത്. അവർ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം. നമ്മുടെ വൈൽഡ് കാർഡുകൾ ഇരുന്ന് സംസാരിക്കുകയാണ്. അവരെ എല്ലാവരും കൂടിയിട്ട് അതിലില്ലാത്ത ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സാബുമാനാണ്. ആള് മാത്രം കൂട്ടത്തിലൊന്നുമില്ല, എന്തിനോ ബിഗ് ബോസ് വീട്ടിൽ വന്നതാണ് ആ വ്യക്തി, അല്ലാണ്ട് ഗെയിം കളിക്കാനായിട്ട് വന്നതൊന്നല്ല, വഴി തെറ്റി വന്നൊരു വ്യക്തിയാണ് ഈ സാബുമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ആളില്ല, ബാക്കിയുള്ള 4 പേര് ഇരുന്ന് സംസാരിക്കുകയാണ്. മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ ഗെയിം കളിക്കണം, നമ്മൾ എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് 2 പേരെ നമുക്ക് മാറ്റി നിർത്താന്ന്. അതായത് ഒന്ന് രേണുസുതിയെ, ഒന്ന് നമ്മുടെ ശൈത്യനെ. രേണുസുതി ഒന്നിലേക്കും ഇല്ല, ഇവിടെ നിൽക്കണമെന്നേ ആഗ്രഹമില്ല, ഫാൻസ് വോട്ട് ചെയ്യുന്നതുകൊണ്ട് നിവൃത്തിയില്ലാണ്ട് ഇവിടെ നിൽക്കുന്നതാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മുടെ ശൈത്യ, അത് അതേ ദിവസം അവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല, ഉള്ള ദിവസം മേക്കപ്പ് ഒക്കെ ചെയ്ത് അവിടെ നിന്നോട്ടെ എന്ന് ശൈത്യനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, ശൈത്യക്ക് അധികം ആയുസില്ല ബിഗ് ബോസ് വീട്ടിൽ എന്നുള്ള കാര്യം. അത് മേക്കപ്പ് ഒക്കെ ചെയ്ത് അവിടെ നിന്നോട്ടെ, അതിനെ കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളത്. അപ്പൊ ഇവർ 4 പേര് ഇരുന്ന് പ്ലാൻ ചെയ്യുന്നത് ഒരുമിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒരുമിച്ച് ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യണം, പുറത്തെ കാര്യങ്ങൾ വെച്ചിട്ട് പുറമേ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് അറ്റാക്ക് ചെയ്യണം എന്നൊക്കെ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് എന്താവും എന്നുള്ളത് കണ്ടറിയണം. കാരണം വൈൽഡ് കാർഡുകൾ തമ്മിൽ അങ്ങോട്ട് ഉരസിയിട്ട് ഈ പ്ലാനുകളൊന്നും ചീറ്റി പോകാതിരുന്നാൽ മതി, അതാണ് പറയുന്നത്. പിന്നെ അവർ തന്നെ ഇരുന്ന് പറയുന്നുണ്ട് ഷാനവാസ് ഒരു കണ്ണിങ് പ്ലെയർ ആണെന്ന് അവർ പറയുന്നുണ്ട്. ജിഷിന്റെ അടുത്താണ് പറയുന്നത്, ജിഷിന് നിന്റെ കൂട്ടുകാരനൊക്കെ ആയിരിക്കാം, പക്ഷെ ഷാനവാസ് ഒരു കണ്ണിങ് പ്ലെയർ ആണ്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കളിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് കണ്ണിങ് പ്ലെയർ ആണെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഷാനവാസ് ചില സമയത്ത് ഡിമ്മായി പോകും. ചില സമയത്ത് ഷാനവാസിന്റെ കണ്ടന്റ് ഇല്ലാതെ ഷാനവാസ് ഡിമ്മായി പോകും, ചില സമയത്ത് നല്ല കണ്ടന്റ് തന്നാൽ നല്ല ഇതിലേക്ക് വരികയും ചെയ്യും. ഒരു സ്റ്റേബിളായിട്ട് ഷാനവാസിന് പോകാനായിട്ട് പറ്റുന്നില്ല, അതാണ് ഷാനവാസിനെ പറ്റിയൊരു കുഴപ്പം. ഇപ്പൊ അനുമോളേക്കാളും ഫാൻ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഷാനവാസ്. തുടക്കത്തില് ആ ഒരു ഫാൻ സപ്പോർട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഷാനവാസിന് കഴിഞ്ഞില്ല. അപ്പോഴാണ് അനുമോൾക്ക് ആ ഗ്രാഫ് ഉയർത്താനായിട്ട് സാധിച്ചത്. ഇപ്പൊ അനുമോളുടെ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞും കൂടിയും ഒക്കെയാണ് നിൽക്കുന്നത്. അനുമോൾ അവിടെ ഫേക്ക് ആയിട്ട് നിൽക്കുന്നു എന്ന് ഒരു വിഭാഗം പറയുന്നവരുണ്ട്. അനുമോള് പാവക്കുട്ടീനെ വെച്ചിട്ട് ഗെയിം കളിച്ചു എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അത് മാത്രമല്ല ഈ പാവയിൽ കൂടോത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. പാവയിൽ കൂടോത്രം നടത്തിയിട്ട് ആ പാവയും പിടിച്ചുകൊണ്ടാണ് അനുമോൾ നടക്കുന്നത്, കൂടോത്രം പലരിടത്തും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുണ്ട്. പിന്നെ സെക്കൻഡ് സീസണിലെ രജിസാറിനെ അനുകരിക്കുകയാണ് പാവനെ പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അനുമോൾക്ക് നെഗറ്റീവായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ലെവലിലും അനുമോൾ തന്നെയാണ് ഗ്രാഫിൽ ഇത്തിരിയെങ്കിലും മുമ്പിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും അതിന് തൊട്ട് താഴെ തന്നെയാണ്.
തന്നെയുണ്ട്. ഇപ്പോൾ ജിസേൽ ആണെങ്കിലും അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ഒക്കെ അതിന്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന മത്സരാർത്ഥികൾ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഷാനവാസിനെ ഇനിയും അവിടെ ഗ്രാഫ് ഉയർത്താനുള്ള ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ്. പക്ഷേ കണ്ണിങ് ആയിട്ട് നന്നായിട്ട് ഗെയിം കളിച്ച് മുന്നേറിയാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. പിന്നെ നമ്മുടെ അക്ബർ മുമ്പ് ഭയങ്കര ചൊറിയനായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ഒരു കണ്ണിങ് ഗെയിമിലേക്ക് അക്ബർ തിരിച്ചെത്തിയിട്ടുണ്ട്. അത് നല്ല രീതിയിലാണ് അക്ബർ ഇനിയും മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു കണ്ണിങ് പ്ലെയർ ആണ്, നല്ലൊരു പ്ലെയർ ആണ് അക്ബർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അക്ബർ ഇപ്പോൾ മനസ്സിലാക്കി സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അവർക്ക് അവിടെ പണിപ്പുരയിലേക്ക് പോകുന്ന സമയത്ത് അവരെ കണ്ണൊക്കെ കെട്ടിയിട്ടാണല്ലോ നവീൻ ക്യാപ്റ്റൻ കയറ്റി വിട്ടത്. പക്ഷെ എന്നിട്ടും അവർ കൈ നിറച്ച സാധനങ്ങൾ കൊണ്ടുവന്ന സമയത്ത് അവിടെ ക്യാപ്റ്റനെ ചീത്ത വിളിക്കുന്നുണ്ട് അക്ബർ. ഒന്നിനും കൊള്ളാത്ത ക്യാപ്റ്റൻ ആയതുകൊണ്ടാണെന്ന്. ആ കണ്ണ് കെട്ടിയതിനു ശേഷം അവരുടെ വട്ടം തിരിച്ചിട്ട് സ്ഥലം തിരിച്ചു വിടണമായിരുന്നു, അവർക്ക് എവിടെയാണ് എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അവരെ മാറ്റണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബറിന്റെ കൃത്യമായി ഗെയിമിനെ കുറിച്ച് നല്ലൊരു പ്ലാനിങ് ഉണ്ട്. എന്താണ് ഗെയിം എന്ന് മനസ്സിലാക്കിയിട്ട് കളിക്കാനുള്ള ഒരു ബുദ്ധിയും ബോധം ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അക്ബർ. അപ്പോൾ നിലവിൽ അവിടെ ഉയർന്നു വരാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ്. ആ നെഗറ്റീവ് വന്ന ആ ഒരു അക്ബറിന്റെ നെഗറ്റീവ് വന്നൊരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്നും അക്ബർ ഇപ്പോൾ ആ നെഗറ്റീവിൽ നിന്നും കുറച്ച് പോസിറ്റീവ് ആയിട്ടുണ്ട്. അക്ബറിന്റെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇത്രയും മത്സരാർത്ഥികളാണ് അവിടെ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾ. ആര്യൻ ഇരുന്നിട്ട് ജിസേലിന് ഉപദേശിക്കുന്നുണ്ട്, നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ നമ്മളിവിടെ ഗെയിം കളിക്കുന്നതിൽ മാറ്റം വരുത്തരുത്, പുറത്തുനിന്ന് വന്നവർ പലതും പറയും, അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്, നമ്മൾ എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിസേലിനെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ ആര്യൻ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ പോയാലും ഫൈനൽ 5-ലൊന്നും എത്താനുള്ള ചാൻസ് ആര്യന് വളരെയധികം കുറവാണ്. കാരണം ആര്യന്റെ നെഗറ്റീവ്സ് ഉണ്ടല്ലോ അത് വല്ലാതെ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് ഇനിയിപ്പോൾ ആര്യനെ ജിസേലിന് ഗ്രാഫ് ഉയരോ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാവുന്ന ഒരു കാര്യമാണ്. കാരണം അനുമോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അനുമോൾക്ക് എന്തോ ഓരോ ദിവസം കേൾക്കും. ആര്യനും ജിസേലിൻ്റെ അടുത്ത് എന്ത് ചോദിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അവിടെ ആര്യൻ ജിസേലും തെറ്റ് ചെയ്തോ എന്നും നമുക്കറിയില്ല. പക്ഷേ അവിടെ ഒരു വീഡിയോ ഞാൻ കണ്ടതിൽ ഭയങ്കര എന്തോ നമുക്ക് തോന്നുന്നു, എന്തോ ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ആരും പുതച്ച് കിടക്കുന്നു, എന്നിട്ട് ആ ജിസേലിൻ്റെ അത് അടുത്ത് വന്ന് കിടന്നിട്ട് ജിസേലിൻ്റെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു, എന്നിട്ട് എന്തൊക്കെയോ കാണുന്ന പോലെ. അപ്പം അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് പ്രേക്ഷകർക്കും അനുമോൾക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംശയം തോന്നാം. അപ്പം അങ്ങനെയും സംഭവിച്ചിട്ടുള്ളതാവാം. പക്ഷേ ഇത് ലാലേട്ടൻ വന്നിട്ട് നിങ്ങൾക്ക് പുതപ്പിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു പരിപാടി എന്നൊന്നും ലാലേട്ടൻ ചോദിക്കാനായിട്ട് പോകുന്നില്ല. എന്തിനാണ് അനുമോളെ ഇതൊക്കെ അന്വേഷിക്കുന്നത്, എന്തിനാണ് ഇങ്ങനത്തെ വർത്താനം പറയുന്നതെന്ന് ചോദിച്ചിട്ട് അനുമോൾക്ക് ഡോസ് കേൾക്കാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുന്നതോടുകൂടി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.